ഫ്ലിപ്കാർട്ടിൽ ഓഗസ്റ്റ് 23 മുതൽ 25 വരെ, അതായത് ഇന്ന് മുതൽ 2 ദിവസത്തേക്ക് ബിഗ് സേവിംഗ് ഡേയ്സ് ഓഫർ സെയിൽ വന്നിട്ടുണ്ട്. കുറേ നാളായി ആക്ച്വലി ഒരു ബിഗ് സേവിംഗ് ഡേയ്സ് ഫ്ലിപ്കാർട്ടിൽ പൊതുവെ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ബിഗ് സേവിംഗ് ഡേയ്സ് എന്നുള്ള ആ ഒരു പേര് മാറ്റിയിട്ട് പുതിയ പേരുകളിൽ അവർ ഓഫർ സെയിലുകൾ കൊണ്ടുവരുവായിരുന്നു. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു പുതിയ പേര് വന്നതിൽ സന്തോഷമുണ്ട്. എന്നാൽ ഈ സന്തോഷം നമുക്ക് ഓഫറുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണുകളിൽ നോക്കുമ്പോഴത്തേക്ക് ചില ഫോണുകൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച് ഓഫർ ആണെന്നുള്ളത് വീണ്ടും അല്ലെങ്കിൽ ആദ്യം എടുത്ത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്മാർട്ട് ഫോണുള്ള ഏതൊക്കെയാണ് അത് തന്നെയാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ദീപ് സ്റ്റോറിൽ നമ്മുടെ T300, നിർവ്വണ അയോൺ ANC, CMF ബഡ്സ്, T110 അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റുകളുടെയും പ്രീമിയം ക്വാളിറ്റി കേസ് കവേഴ്സ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ പോക്കോ ബഡ്സ് X1 ഉണ്ടല്ലോ, അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിച്ച പോക്കോ ബഡ്സ് X1 കംപ്ലൈന്റ് ആയിരുന്നു. അന്ന് തന്നെ ഫ്ലിപ്കാർട്ടിൽ റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ട് അവർ പറഞ്ഞത് ഫ്ലിപ്കാർട്ട് ത്രൂ ഇപ്പോൾ ഒന്നും നടക്കത്തില്ല, നിങ്ങൾ ഡയറക്റ്റ് ഓത്തറൈസ്ഡ് സർവീസ് സെന്ററിൽ പോകണം എന്നുള്ളത്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങിലുള്ള സർവീസ് സെന്ററിലാണ് ഞാൻ കൊണ്ടു കൊടുത്തത്. അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരുന്നു സ്റ്റാഫുകൾ, അതുപോലെ തന്നെ റഷ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്ത് എൻ്റെ കയ്യിൽ തിരിച്ചെത്താനായിട്ട് 9 ദിവസം എടുത്തു. അതായത് 1699 1799 രൂപയ്ക്കാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത്. ഓൾമോസ്റ്റ് 2 ആഴ്ച എൻ്റെ ആ പൈസ വെള്ളത്തിൽ കളഞ്ഞ പോലെ ആയിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. സോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ മേടിക്കുക. പിന്നെ ഒരിക്കലും എന്താ പറയുക, മറ്റൊരു ഒഫീഷ്യൽ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ നിന്ന് മേടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് നിങ്ങൾ മേടിക്കേണ്ട എന്നുള്ള പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് മേടിക്കാം. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. സോ അതൊന്ന് ആലോചിച്ചും കണ്ടും മാത്രം അങ്ങോട്ട് മേടിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോണുകളിലേക്ക് വരണമെങ്കിൽ ആദ്യം തന്നെ അവർ കൊടുത്തിരിക്കുന്നത് iPhone 15 ആണ്. ജസ്റ്റ് 64,999 രൂപ എന്നായിരിക്കുന്നത്. MRP 79,900 ആണ് അവർ വെട്ടി വെച്ചേക്കുന്നത്. പക്ഷേ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇപ്പോൾ അതൊന്നും അല്ല, 67,999 കുറേ നാളായിട്ട്. പക്ഷേ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ 65,249 ആണ് ഒരു നോർമൽ റേറ്റ് കാണിക്കുന്നത്. ഉറപ്പായിട്ടും ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് ബിഗ് ബില്യൺ ഡേയ്സിന് മുന്നേ ഒരു 61,999 എത്തേണ്ടതാണ്. ഇനി അതല്ല, ബിഗ് ബില്യൺ ഡേയ്സിൽ ഇത് 50 രൂപയ്ക്കകത്തും കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഐഫോൺ ഒക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഐഫോൺ എന്നല്ല, ഏത് സ്മാർട്ട് ഫോൺ ആണെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന റേറ്റുകളൊക്കെ തന്നെ, ഇനി പറയാൻ പോകുന്ന റേറ്റുകളൊക്കെ തന്നെ ഇൻക്ലൂഡിങ് ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂടൊപ്പമാണ്. അതായത് നമ്മുടെ പഴയ ഫോൺ കൊടുത്താലേ ആ റേറ്റിന് കിട്ടത്തുള്ളൂ. ഇനി അതല്ല, അത്യാവശ്യം ലാഭത്തോട് കൂടിയിട്ട് നമ്മുടെ പഴയ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പുതിയ ഫോൺ മേടിക്കണമെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യൂ. സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലോ ഒക്കെ തന്നെ ഈ ഒരു നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആകാൻ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലിപ്കാർട്ടിൽ ലൈവ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി മോട്ടോ H50 ഫ്യൂഷനിലേക്ക് വരുവാണെങ്കിൽ 15,299 രൂപയാണ് ഇപ്പോൾ ആ ഒരു ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച് ഓഫറിൽ കാണുന്നത്. 5,700 രൂപയാണ് ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നത്. 8GB 128 വേരിയന്റ് നമുക്ക് 22,999 ആണ് പക്ഷേ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. സോ 15,299 നല്ലൊരു ഡീലാണ്, അതിൽ വേറൊരു സംശയമില്ല. സോണി ലിറ്റിയ 700C ആ ഒരു 50MP പ്രൈമറി ക്യാമറയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 144 ഹെഡ്സിന്റെ POLED കർവ്ഡ് ഡിസ്പ്ലേ ആണ്. കൂടാതെ 7S Gen 2 പ്രോസസ്സറൊക്കെയാണ്. സോ ഉറപ്പായിട്ടും 15,299 കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീലാണ്, പ്രത്യേകിച്ച് 23,000 രൂപയുടെ പ്രോഡക്റ്റ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 2A. നത്തിങ്ങിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് ഫ്രീ സർവീസ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആപ്പിൾ പോലെ പൊള്ളുന്ന വിലയാണ്. നല്ല രീതിക്ക് നമ്മൾ കയ്യിൽ നിന്ന് പൈസ പോവും ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ. സോ അതൊന്ന് കണ്ടും കേട്ടും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മേടിക്കുക. 23,999 ആ ഒരു നത്തിങ് ഫോൺ 2യുടെ 8GB 128 വേരിയന്റിന്. പക്ഷെ നമുക്കിപ്പോൾ 14,99 രൂപയ്ക്ക് ആ ഒരു 7,900 രൂപ എക്സ്ചേഞ്ച് വാല്യൂടൊപ്പം കിട്ടുമെന്ന് ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ റിയൽമി P1 Pro 5G ഫോൺ നമുക്ക് 11,599 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. 19,499 ആണ് അതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. 5,400 രൂപയാണ് ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ. ഉറപ്പായിട്ടും സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആയിട്ടുള്ള പ്രോസസ്സർ, കൂടാതെ 120 ഹെഡ്സിന്റെ കർവ്ഡ് വിഷൻ ഡിസ്പ്ലേയിലൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഈ റേറ്റിന് കിട്ടുന്നെങ്കിൽ, പ്രത്യേകിച്ച് ആ ഒരു 11,599 കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീലാണ്. സോ അതിലേക്ക് പോകുന്നതിലും കുഴപ്പമില്ല. കൂടാതെ ഗൂഗിൾ പിക്സൽ 7 32,999 നോർമൽ റേറ്റ്, എന്നാൽ 21,599 9,400 രൂപ ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂടൊപ്പം നമുക്ക് കിട്ടുന്നതാണ്. ഗൂഗിൾ പിക്സൽ 7 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡീൽ തന്നെയാണ്. കൂടാതെ ഗാലക്സി S23 നോർമലി നമുക്ക് 41,999, അതായത് 42,000 രൂപയ്ക്കൊക്കെയാണ് ഇത് ഓഫർ റേറ്റുകളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഇൻക്ലൂഡിങ് 12,000 രൂപ ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂടൊപ്പം നമുക്ക് 37,999 മേടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും 32,000 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ് ഈ ഒരു S23 എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്നാൽ 49,999 നോർമൽ റേറ്റ് 8GB 128 വേരിയന്റിന്. ഉറപ്പായിട്ടും 128 8GB വേരിയന്റിന് 38,000 രൂപ കിട്ടുന്നത് നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് സാംസങ്ങിന്റെ ഒരു ഫോൺ വേണം 6.1, അതായത് ചെറിയ കയ്യിൽ ഒതുങ്ങുന്ന ഫോണൊക്കെ വേണമെങ്കിൽ
നല്ലൊരു ഡീൽ തന്നെയാണ്. കൂടാതെ മോട്ടോറോള H50 പ്രോയിലേക്ക് വരണമെങ്കിൽ 31,990 ഇപ്പോൾ ആ ഒരു 8GB 256 കാണുന്നത്. പക്ഷെ കുറച്ച് നാളായിട്ട് 29,990 ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് വില കൂട്ടിയത്. എന്തായാലും 7,800 രൂപ ഒരു ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂടൊപ്പം നമുക്ക് 20,190 ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത്. ഉറപ്പായിട്ടും 20,000 രൂപയ്ക്ക് മോട്ടോ H50 പ്രോയും നല്ലൊരു ഡീൽ തന്നെയാണ്. ഒമ്നി വിഷൻ OV50യുടെ സെൻസറാണ് ഇവിടെ ആ ഒരു 50MP പ്രൈമറി ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ AI OIS ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. സോ ക്യാമറ ഇമ്പോർട്ടൻസ്, കൂടാതെ 7 Gen 2 പ്രോസസ്സറൊക്കെ വെച്ചിട്ട് ഉറപ്പായിട്ടും 30,000 രൂപയ്ക്ക് നല്ലൊരു ഫോണാണ്. എന്നാൽ അതിപ്പോൾ 20,000 രൂപ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണുപൂട്ടി മേടിക്കാൻ പറ്റുന്ന ഒരു ഡീല് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇവർ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന 7 സ്മാർട്ട് ഫോണുകൾ. ഉറപ്പായിട്ടും ഇവർ പറഞ്ഞ റേറ്റുകളൊക്കെ വെച്ചിട്ട് ഐഫോൺ ഒഴിച്ച് ബാക്കി എല്ലാ ഫോണുകളും നമുക്ക് ഗുഡ് ഡീലാണ്. ഉറപ്പായിട്ടും ഐഫോൺ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ബിഗ് ബില്യൺ ഡേയ്സ് വരെ ഞാൻ വീണ്ടും പറയുന്നത്, അവിടെ ഇതിനേക്കാളും വില കുറച്ച് കിട്ടാനും ചാൻസ് വളരെ കൂടുതലാണ്. 50-52 രൂപയ്ക്ക് നമുക്ക് ഐഫോൺ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോയിലൂടെ ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇയർബഡ്സുകളുടെ ഓഫേഴ്സ് അടുത്ത് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ കാണും. സോ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.